അടിപൊളി ഒരു പാനീയമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ആദ്യമായിട്ട് ചെമ്പരത്തിപ്പൂവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ടാണ്. ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ചെമ്പരത്തിപ്പൂവ് തിളപ്പിച്ച് കഴിഞ്ഞാൽ നല്ലൊരു കളർ കിട്ടും കേട്ടോ. അതിലേക്ക് ഇനി ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നു കേട്ടോ. അതിലേക്ക് ചെറുനാരങ്ങ പിഴിഞ്ഞപ്പോൾ സൂപ്പർ നല്ലൊരു കളർ കിട്ടിയിട്ടാണ്. സൂപ്പർ നല്ലൊരു കളർ കിട്ടി. അടുത്തത് ശംഖുപുഷ്പം. ശംഖുപുഷ്പം ചൂടുവെള്ളത്തിലിട്ടുണ്ട് കേട്ടോ. നല്ലൊരു കളർ കിട്ടും. നല്ല ഇട്ട കളർ കേട്ടോ. നല്ലൊരു ഐറ്റാണ് കേട്ടോ. കളർ കണ്ട. പിന്നെ ശംഖുപുഷ്പത്തിലേക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതെടുത്ത് കളഞ്ഞിട്ട് കേട്ടോ. നല്ലൊരു കളറ് ശംഖുപുഷ്പത്തിൻ്റെ കളർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് ഇതിലേക്ക് ഒഴിക്കുക. അതിലേക്ക് ഒഴിച്ച് അപ്പോൾ നല്ലൊരു കളർ കിട്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് വേറെ ഗ്ലാസ്സിലേക്ക് ശംഖുപുഷ്പത്തിൻ്റെ ഇത് ഒഴിച്ചിട്ട് അതിലേക്ക് ഇത്തിരി പാനീയം ഒഴിക്കുക കേട്ടോ. ഒഴിച്ച് എന്നിട്ട് ചെറുനാരങ്ങ ചേർക്കുക. ഇപ്പോൾ വേറെ കളർ കിട്ടി. ഈ കളറും രണ്ട് കളർ വ്യത്യാസമായിട്ട്. ചെറുനാരങ്ങ ഏലക്കായും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പർ കളറായിട്ടോ. ഇത് നമുക്ക് സദ്യ ആര് വന്നാലും നമുക്കൊരു പാനീയമായിട്ട് കൊടുക്കുക. ഇപ്പോൾ ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് ഇതിലിപ്പോൾ നമുക്ക് പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഐറ്റമായി തീർന്നത്. നമുക്ക് ആരും വന്നാലും നമുക്ക് അവർ സൽക്കരിക്കാൻ പറ്റിയൊരു വെള്ളം. നമുക്കിതുപോലെ വീട്ടിൽ കുടിവെള്ളം ഉപയോഗിക്കുമ്പോഴൊക്കെ നമുക്ക് ഈ വെള്ളം ഉപയോഗിക്കാം. നമുക്ക് ഈ മറ്റുള്ള സാധനങ്ങളൊന്നും ഉപയോഗിച്ച് വെള്ളം തിളപ്പിക്കേണ്ട. ഇത് ഉപയോഗിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഡെയിലി ഈ ശംഖുപുഷ്പം ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഷുഗർ അങ്ങനത്തെ അസുഖങ്ങളും ഒക്കെ മാറും. അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ എന്ത് ദോഷമുണ്ടെങ്കിലും ഈ ശംഖുപുഷ്പം കഴിച്ചാൽ മാറി കിട്ടും കേട്ടോ. ചെമ്പരത്തിപ്പൂ നല്ലൊരു ഐറ്റം. ചെമ്പരത്തിപ്പൂ നമുക്ക് നല്ല അസുഖങ്ങളും ഒക്കെ മാറാനായിട്ടും ഹാർട്ട് സംബന്ധമായ അസുഖങ്ങൾക്കും ബ്ലഡ് ശുദ്ധീകരിച്ചതിനും ഒക്കെ ചെമ്പരത്തിപ്പൂ നല്ലതാണ് കേട്ടോ. ഇത് നമുക്ക് ഇന്ന് വീട്ടിലുണ്ടെങ്കിൽ ഇത് തിളപ്പിച്ച് പാനീയത്തിനായിട്ട് നമുക്ക് ദാഹം മാറ്റാൻ ഉപയോഗിക്കാം.